മുത്തുനബി ഒന്ന് ദുആ ചെയ്യുകയാ. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഒരാള് മാത്രം ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. ആരാണത്? ഇസ്ലാമിക ചരിത്രത്തിൽ ഫാത്തിമ ബീവിയുടെ ഉറ്റതോഴനാര് അലിയാരിതങ്ങള് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണു നിറഞ്ഞു. ഭക്ഷണം കഴിക്കാനൊരു പ്രയാസം, എങ്കിലും ആ ഭക്ഷണം കഴിച്ചു. സഹാബികൾ പലരും ശ്രദ്ധിക്കാതിരിക്കാൻ കണ്ണുനീര് തുടച്ചു. ഭക്ഷണമെല്ലാം കഴിച്ചു തീർന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉസ്മാൻ, ഈ വീട്ടിൽ നിന്ന് ഞാൻ എന്റെ പള്ളിയിലേക്ക് നടന്നു പോകുന്നത് എത്ര ചുവട്ടടിയുണ്ടോ അത്രയും ചുവട്ടടി നിനക്ക് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അല്ലാഹു തരട്ടെ ഉസ്മാൻ. ഇത് കേട്ടപ്പോ അലി റളിയല്ലാഹു അൻഹു വീണ്ടും കണ്ണുനീരോടെ പൊട്ടിക്കരഞ്ഞു. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിലിരിക്കുന്ന പതിവ്രതയായ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശം കേട്ട് സുന്ദരിയായ ഫാത്തിമ റളിയല്ലാഹു തആല നോക്കുമ്പോ ഇന്ന് വരെ എന്റെ പ്രിയപ്പെട്ടവരുടെ മുഖം ഇത്രത്തോളം കറുത്തതായി കണ്ണ് നിറഞ്ഞതായി കണ്ടിട്ടില്ല. പിന്നെന്തുകൊണ്ടാ ഇന്ന് ഇത്രയധികം വേദനിക്കുന്നതെന്നറിയാൻ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തിനാ കരയുന്നത്? മനോഹരമായ ശബ്ദിക്ക് പോലെ സ്വീകരണത്തിന് പോയ നിങ്ങൾ വീട്ടിൽ ഒന്നെന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫാത്തിമ, ഞാൻ ആ കാരണം പറഞ്ഞ എന്റെ സങ്കടം തീർക്കാൻ നിനക്ക് പറ്റുമോ ഫാത്തിമ? എന്റെ വിഷമം മാറ്റാൻ നിനക്ക് പറ്റുമോ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹബീബാന പ്രവാചകന്റെ കരളാണ് ഞാനെങ്കിൽ വേദന ഞാൻ മാറ്റിയിരിക്കും അലിയേ, നിങ്ങളുടെ കണ്ണുനീര് ഞാൻ മാറ്റിയിരിക്കും അലിയേ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, നമ്മളെന്തേ പാവപ്പെട്ടവരായി പോയി, നമ്മളെന്തേ കൂലിവേലക്കാരായി പോയി ഫാത്തിമ, നമ്മളെന്തേ ഒരു ദിവസം ഞാൻ ഈന്തപ്പന മരങ്ങൾക്കിടയിലുള്ള പുല്ല് ചെത്തിയില്ലാരെങ്കിലോ അന്ന് ഞാനും നീയും എന്തേ പട്ടിണിയായി പോകുന്നു ഫാത്തിമ. നമുക്കെന്തേ അല്ലാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയുമല്ല ഒരു ദിവസം നമ്മുടെ ഈ ചൊറ്റക്കുടലിന്റെ കത്ത് വിളിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കാ എന്തുകൊണ്ട് കഴിയുന്നില്ല ഫാത്തിമ? ഹബീബാന പ്രവാചകര് ഉസ്മാന് വേണ്ടി ദുആ ചെയ്തല്ലോ, അല്ലാഹുവിന്റെ റസൂൽ ഉസ്മാൻ കൊടുത്ത ഭക്ഷണം കഴിച്ചല്ലോ. ഒരാൾക്ക് പോലും ഭക്ഷണം കൊടുക്കാനുള്ള വക നമുക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അലിയാര് തങ്ങളെ, നാളെ വിളിക്കണമോ, നാളെ വിളിക്കാമോ തങ്ങളെ? നിങ്ങളൊന്ന് കരയാതിരിക്കുമോ? നിങ്ങളുടെ കണ്ണുനീര് കാണാനുള്ള കരുപ്പ് എനിക്കില്ല, നിങ്ങളുടെ മനസ്സിന്റെ വേദന എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നാളെ വിളിക്കണമോ തങ്ങളെ? അല്ലാഹുവിന്റെ റസൂലിന് എത്ര സഹാബികളുണ്ട് അത്രയും പേരെ വിളിച്ചോ. ഈ ഫാത്തിമാന്റെ ചെറ്റക്കുടലിന്റെ കത്ത് ഉസ്മാൻ കൊടുപ്പതിനേക്കാളോ വിപുലമായിട്ട് നമുക്ക് ഭക്ഷണം കൊടുക്കാം അലിയേ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത് ഭ്രാന്താണ് ഫാത്തിമ നീ പറയുന്നേ? എന്താണ് ഫാത്തിമ നീ പറയുന്നേ? ഇത്രയും സഹാബികൾക്ക് പ്രവാചകന് ഈ വീട്ടിനകത്ത് എങ്ങനാ ഭക്ഷണം കൊടുക്കാൻ പറ്റാ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ഒരു വലിയ പാത്രം കൊണ്ടുപോയി അടുപ്പത്ത് വെച്ചിട്ട് അടച്ചു മൂടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, റബ്ബേ, അല്ലാഹുവിന്റെ റസൂലിന്റെ കരളാണ് ഞാനെങ്കിലോ, ഹബീബാന പ്രവാചകന്റെ മോചിതപ്പെട്ടുണ്ടെങ്കിലോ ഈ പ്രിയപ്പെട്ട പൊന്നുമോള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ, നാളെ എന്റെ പ്രവാചകരും സഹാബികളും ഈ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോ ഈ പാത്രം നിറച്ച് സ്വർഗീയ ഭക്ഷണം നീ തരണേ അല്ലാ, തരണേ അല്ലാ. എന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ അല്ലാ, എന്റെ ഭർത്താവിന്റെ കണ്ണ് നിറയിപ്പിക്കല്ലേ അല്ലാ, ആ കണ്ണുനീര് കാണാനെനിക്ക് കരുത്തില്ല റബ്ബേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സോലിഹത്താല സ്വർഗസ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ ബീവി പ്രാർത്ഥിച്ചപ്പോ പിറ്റേന്ന് അല്ലാഹുവിന്റെ റസൂലിനെ പോലെ വിളിക്കുകയാ, സഹാബികളെ വിളിക്കുകയാണ്. അലിയാർ തങ്ങളുടെ സന്തോഷമൊന്ന് കാരണമായിരുന്നു, എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത ഒരു വെപ്രാളമുണ്ട്. അല്ലാഹുവേ, ആ പാത്രത്തിന്റെ അടപ്പെടുക്കുമ്പോ അതിൽ ഭക്ഷണം കാണുമോ അല്ലാ? എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുവന്നിട്ട് കളിയാക്കേണ്ടി വരുമോ? പരിഹാസമായി പോകുമോ?
എങ്കിലും അത് ഭക്ഷണമുണ്ടെങ്കിൽ എന്ത് സന്തോഷമായിരിക്കുമെന്നറിയാ. ഹബീബായ പ്രവാചകരെ സഹാബത്തില് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുമ്പോ എല്ലാ സഹാബികളും നിരന്നിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മധ്യഭാഗത്തിരിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, അലിയേ നിങ്ങൾ പോയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ആ പാത്രത്തിന്റെ അടപ്പൊന്ന് മാറ്റുമോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ ഒരു നുള്ളരി പോലും ഇട്ടിട്ടില്ലാത്ത, ഒരു ഗ്ലാസ് വെള്ളം പോലും ഒഴിച്ചിട്ടില്ലാത്ത ആ പാത്രത്തിനകത്ത് വിടുന്ന ആ ഭക്ഷണം ഫാത്തിമ അത് ഞാൻ തന്നെ ചെയ്യണമോ എന്ന് ചോദിച്ചിട്ട് അലി റളിയല്ലാഹു തആല അൻഹു നിറഞ്ഞിരിക്കുന്ന പാത്രമുണ്ടല്ലോ, തലേ ദിവസം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വെച്ച പാത്രമുണ്ടല്ലോ, ആ പാത്രത്തിന്റെ അടപ്പങ്ങ് ഉയർത്തുകയാ. സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു സ്വാദുള്ള ഭക്ഷണമാ, എന്തോ ഒരു രുചികരമായ ഭക്ഷണത്തിന്റെ സ്വാദ് ഓ റൂമിനകത്ത് നിറയങ്ങ് പൊങ്ങി വന്നപ്പോ അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്ന അല്ലാഹുവിന്റെ റസൂലിനെ വാരി പുണർന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അവിടുത്തെ മോള് സ്വർഗത്തിന്റെ റാണിയാണ് നബിയേ, അവിടുത്തെ മോള് സ്വർഗത്തിന്റെ റാണിയാണ് നബിയേ. ആ പൊന്നുമോളെ എനിക്ക് തന്നതിന് പകരം അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾക്ക് എന്ത് ഞാൻ തന്നാലും മതി വരൂല നബിയേ. എന്റെ പ്രിയപ്പെട്ടവളാണ് ഫാത്തിമയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് ഭക്ഷണം വന്നത് നബിയേ. ഇന്നലെ ഉസ്മാന്റെ സദ്യ കണ്ടിട്ട് അസൂയപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് എനിക്ക് അല്ലാഹു തന്ന ഭാഗ്യമാണ് നബിയേ. ഓർക്കുക എന്റെ പ്രിയമുള്ളവരെ, ആ മനസ്സൊന്ന് വേദനിച്ചപ്പോ, ആ കണ്ണൊന്ന് നിറഞ്ഞപ്പോ, ആ മുഖമൊന്ന് കറുത്തപ്പോ, ആ വേദന മാറ്റാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചതമ്പുരാനോട് ദുആ ചെയ്തപ്പോ തൽക്ഷണം ആ ദുആ അല്ലാഹു സ്വീകരിച്ചു പോരെങ്കിലോ. ഭർത്താവിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തിട്ടെന്തേ അല്ലാഹു ആ ദുആ സ്വീകരിക്കാത്തൊരു പെങ്ങള്? നമുക്ക് ആ പവറുണ്ടായിട്ടില്ല പെങ്ങള്, നമ്മൾ അത്രത്തോളം വളർന്നിട്ടില്ല പെങ്ങള്. കല്യാണത്തിന് പോകുമ്പോ തല തുറന്നിട്ട് മരണത്തിന് പോകുമ്പോ തലമറയ്ക്കുന്ന, അതിന് വരുമ്പോ തലമറച്ചിട്ട് സിനിമയ്ക്ക് പോകാൻ ഒരുങ്ങിയിറങ്ങുന്ന ആ രണ്ട് വ്യത്യസ്തമായ സ്വഭാവങ്ങളോ മനുഷ്യ മനസ്സിലെ പെൺകുട്ടികളുടെ ഈ സ്ത്രീകളുടെ മനോഭാവത്തെ മാറ്റപ്പെടുത്തി പോരെങ്കിലോ നമ്മുടെ ദുആ പടച്ചോര് വേണ്ട പെങ്ങളേ. ആഴിക്ക് 40 വട്ടം ഭർത്താവിനെ പരിഹസിക്കുന്ന, ഭർത്താവിനെ കുറ്റം പറയുന്ന, ഭർത്താവുമാരെ പിണങ്ങിക്കടിയുന്ന നമ്മൾ അതുകൊണ്ട് അതപ്പതിച്ചു പോയത് പെണ്ണ്. നമ്മുടെ കുടുംബം അതുകൊണ്ട് ആ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാത്തത് പെണ്ണ്. തിരുവനന്തപുരം RCCയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു ഭർത്താവിന് വേണ്ടിയിട്ട് ലോഡ്ജിനകത്ത് പോയിട്ട് മസ്തയിട്ട ഒരു മുസ്ലിം പെണ്ണ് ശരീരം കൊടുത്തത് അടുത്തകാലത്ത് പത്രത്തിലൂടെ വായിച്ചതാണല്ലോ. എന്തിനെന്റെ പ്രിയപ്പെട്ടവരെ, എല്ലോ അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് പ്രവർത്തിക്കാനുള്ള, ചിന്തിക്കാനുള്ള, പറയാനുള്ള, പ്രാർത്ഥിക്കാനുള്ള കഴിവും കരുത്തും കനിവും നിനക്കുണ്ടാവുക. ഹബീബായ പ്രവാചകർ പറയുന്നു, പാടില്ല ഒരിക്കലും ഭർത്താവ് വീട്ടിൽ നിന്ന് പോകുമ്പോഴോ ഭർത്താവ് വരുമ്പോഴോ ആ മനസ്സിനെ വേദനിപ്പിക്കാൻ പാടില്ല. പിന്നെന്താ, വേദനിച്ചു പോയ മനസ്സിനെയും നിറഞ്ഞുപോയ ഭർത്താവിന്റെ കണ്ണുനീരിനെയും മാറ്റാനുള്ള പവർ നിനക്കുണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ റസൂല് പറയാ, അത് ആത്മാർത്ഥമായ സ്നേഹബന്ധത്തിലൂടെയാണ് സാധിക്കുക. അതിന് കഴിയണം എന്റെ സഹോദരിമാരെ. അല്ലാതെ എന്തു പറഞ്ഞാലും നിയമാവലി എടുത്തു വെച്ചിട്ട് എനിക്ക് വക്കീലുണ്ട്, കുടുംബ കോടതി എന്റെ കൂടെയാണ്, ഇപ്പോഴത്തെ ഭരണം നിങ്ങൾക്കറിയോ എന്ന് പറഞ്ഞ് വരട്ടല്ല ചെയ്യാനുള്ളത്. ഏതു മേഖല വന്നാലും ഭർത്താവിനെ, ഇന്നലെ ഞാൻ 2 ദിവസം പറഞ്ഞ രീതിയിൽ ഭർത്താവാണെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പോക്ക് കേസട്ടെ രണ്ടും പോകും. ഇന്നലെയും മരിക്കാതെ ഞാൻ പറഞ്ഞ വിഷയത്തിന്റെ ആ അടിസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്ന ഭർത്താക്കന്മാർക്കാണ് ഇന്ന് പറയുന്ന ഭാര്യമാരെ അള്ളാഹു തരാ. അള്ളാഹു അങ്ങനെയുള്ള രണ്ടുപേർക്കും തൃപ്തിയുള്ള, മനസ്സുള്ള, പൊരുത്തമുള്ള കുടുംബജീവിതം അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. 4, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇന്നുവരെ നിങ്ങളിൽ നിന്ന് അള്ളാഹ് തന്നെ ഒരു നന്മ എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊരു ഭാര്യ പറഞ്ഞാൽ അതുവരെ, കല്യാണം കഴിഞ്ഞ് അതുവരെ അവള് ചെയ്ത എല്ലാ നന്മയും അള്ളാഹു ബാത്തിലാക്കി കളയും.
ഈ സമയത്തെ പറയുള്ളൂ, ചെറുപ്പക സമയത്ത് പറയൂളൂ. ഇവിടെ ഇബ്ലീസ് വലിയൊരു വിജയമാണ് നേടിയിരിക്കുന്നത്. എന്താണെന്നറിയോ? നീ ഏത് പ്രായത്തിലാണ് നിന്റെ ഭർത്താവിനോട് നിങ്ങളിൽ നിന്ന് ഒരു നന്മയും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്, കല്യാണം കഴിഞ്ഞ ആ സമയം വരെ നീ ചെയ്ത മുഴുവൻ അമലിന്റെയും പ്രതിഫലം അവിടെ നഷ്ടപ്പെട്ടു പോകുമെന്ന് അല്ലാഹു റസൂൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് 4-മതായി പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ. 20-ാമത്തെ വയസ്സിൽ പറഞ്ഞാൽ അത്രയ്ക്കുള്ള ഇബാദത്തെ പോകും, 30-ൽ പറഞ്ഞാൽ അത്രയ്ക്കുള്ളതേ പോകും, 40-ൽ പറഞ്ഞാൽ അത്രയ്ക്കുള്ളതേ പോകും, 50-ലും 60-ലും നമ്മൾ പറയില്ല. ഒരു 70, 65, 70 ആവുമ്പോൾ ഉപ്പാപ്പാക്കും ഉമ്മാമാക്കും ഇത് തന്നെ ജോലി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു നന്മയും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പാടില്ല. ഇത് സാധാരണ പറയുന്നത് 90-ാം പക്കത്തിലാണ്. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ എല്ലാ നന്മകളും, നിങ്ങളുടെ എല്ലാ നന്മകളും അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. പിന്നെ ഒന്നുമില്ലാതെ പടച്ചതമ്പുരാന്റെ ഖബറിന്റെ കത്തളത്തിലേക്ക് ചെല്ലേണ്ടി വരും. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ഗൗരവത്തോടെ ചിന്തിക്കണം. ഭർത്താവ് ഒരു നന്മയും നിങ്ങൾക്ക് ചെയ്തിട്ടില്ലാരെങ്കിലും, ഒരു നന്മയും ഭർത്താവ് നിങ്ങൾക്ക് ചെയ്തിട്ടില്ലാരെങ്കിലും നിങ്ങൾ മറുത്തവരെ കളിയാക്കാനും പരിഹസിക്കാനും നിൽക്കരുത്. സഹോദരിമാർക്കൊരു സ്വഭാവമുണ്ട്, എന്തെന്നറിയോ? ആര് ചെയ്താലും അംഗീകരിക്കും, ഭർത്താവ് ചെയ്താൽ അംഗീകരിക്കില്ല. ആര് ചെയ്താലും അംഗീകരിക്കും, ഭർത്താവ് ചെയ്താൽ അംഗീകരിക്കില്ല. അതാ വേറെ. ഇപ്പോ ഭർത്താവ് നല്ലൊരു മേസ്ത്രി ആവട്ടെ, നല്ലൊരു വീട് വെച്ച്, നിങ്ങൾ വെക്കുമോ? അത് നിങ്ങൾ പോയി പൈസ വാങ്ങിച്ചിട്ട് ബാക്കിയുള്ള പയ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കണ. നമ്മൾ എന്ത് ചെയ്താലും അംഗീകരിക്കില്ല. നമ്മളെന്ത് വാങ്ങിക്കൊടുത്താലും അതിന് മാറ്റുണ്ടാവില്ല. നമ്മൾ എന്തെല്ലാം വില കൊടുത്താലും എത്ര കഷ്ടപ്പെട്ടാലും. അതുകൊണ്ടാണല്ലോ പണ്ടുള്ളവർ പറഞ്ഞ, ചങ്ക് പറിച്ചൊന്ന് നിന്നെ കാണിച്ചാലും അത് ചെമ്പരത്തി പൂവാണെന്ന് പറയൂ നീ. ചങ്ക് പറിച്ച് കാണിച്ചു കൊടുത്താലും ഇത് മച്ചാടെ ഇരിക്കണ ചെമ്പരത്തി പൂവ, അപ്പുറത്തെ ചുക്കൂറിന്റെ ഇരിക്കണത് കരളാന്ന് പറയും. അങ്ങനെ പറയൂ. അത് പെണ്ണിന്റെ സ്വഭാവമായിട്ട് മാറിപ്പോയി. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അയാൾ ഇന്ന് വരെ നിനക്കൊരു നന്മയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാ നീ ചെയ്ത എല്ലാ നന്മകളും അല്ലാഹു നഷ്ടപ്പെടുത്തി കളയും ഫാത്തിമ. 5-മത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഭർത്താവിനെ വേദനിപ്പിക്കാൻ പാടില്ല. വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിച്ചാത്തിയിട്ട് വെട്ടാൻ പാടില്ല എന്നല്ല. വേദന എന്ന് പറഞ്ഞാൽ അതല്ല. വേദന എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിനകത്ത് നടക്കുന്ന സംസാര സകലം പോലും വേദനയാണ്. വീട്ടിനകത്ത് നടക്കുന്ന സംസാര സകലം പോലും വേദനയാണ്. ആ വേദന നിന്റെ ഭർത്താവിന് കൊടുക്കല്ല ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു ദിവസം ഭർത്താവിനെ ഒരു പെണ്ണ് വേദനിപ്പിച്ച ആ ദിവസം അവൾ ചെയ്യുന്ന ഒരു നന്മയും അല്ലാഹു മോളിലേക്ക് ഉയർത്തില്ല. നമ്മുടെ ഇബാദത്ത് പടച്ചതമ്പുരാന്റെ ഭാഗത്തെത്തിയില്ലെങ്കിൽ എന്തും കൊണ്ട് ഖബറിലേക്ക് പോകാനാണ് നമ്മളിരിക്കുക. അല്ലാഹു പറയുന്നല്ലോ, യാ അയ്യുഹന്നാസു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി ഹഖ്ഖ തുഖാതിഹി. എന്തുമാത്രം നിനക്ക് കഴിവിന്റെ പരമാവധി എത്രത്തോളം അല്ലാഹുവിന് തഖ്വ ചെയ്യാൻ നിനക്ക് പറ്റോ അത്രത്തോളം നീ തഖ്വ ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞതെന്തിനാ? അത് കുടുംബജീവിതം പോലും അതിനകത്ത് വരും. പെങ്ങളെ, നിന്റെ ഭർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിച്ച, നിന്റെ ഭർത്താവിന്റെ മനസ്സിനെ വിഷമിപ്പിച്ച, നിന്റെ ഭർത്താവ് പ്രയാസപ്പെട്ടുകൊണ്ട് നിന്റെ റൂമിന്റെ അടുത്ത റൂമിൽ കിടന്നുറങ്ങിയ, നിന്റെ പായുടെ അടുത്ത പായിൽ കിടന്നുറങ്ങിയ, ഒരേ പായിൽ മുഖം തിരിച്ച് വേദനയോടെ കിടന്നുറങ്ങിയ അല്ലാഹുവിന്റെ റസൂല് പറയാ, നിന്റെ ഇബാദത്തൊന്നും പടച്ചോൻ ഉയർത്തില്ല പെണ്ണേ. വിദേശ രാജ്യത്ത് നിന്ന് ഫോൺ വിളിക്കുന്ന ഭർത്താവിനോട് പിണങ്ങുന്ന രീതിയിലുള്ള വർത്തമാനം പറയല്ല പെങ്ങളേ. നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവര് ജോലിക്ക് പോകാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോ മുഖം കറുപ്പിച്ചുകൊണ്ട് വേദനയുടെ ഭാഷ്യം അവരോട് പറയല്ല പെണ്ണേ. അതൊരുപാട് പ്രയാസങ്ങൾ നിനക്ക് നേടിത്തരും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. 6-മത് അല്ലാഹുവിന്റെ റസൂല് പറയാ, നിന്റെ നന്മയുണ്ടല്ലോ, നിന്റെ നന്മയുണ്ടല്ലോ, ആ നന്മ ഭർത്താക്കന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അത് ചെയ്യല്ലേ ഫാത്തിമ. 6-മത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ, നീ ചെയ്ത ഇബാദത്തിന്റെ നന്മ നിന്റെ ഭർത്താവിന് കിട്ടും. ഭർത്താവ് ഒന്നും അറിയണ്ട.
ഒരു കാര്യം ഭർത്താവ് ചെയ്തു, നിന്നെ വിളിച്ചു വീട്ടിൽ വന്നിട്ട് ലൈല അല്ലെങ്കിൽ സൂറ അല്ലെങ്കിൽ നവീസ എന്ന് പേര് വിളിച്ചപ്പോ നീ അതിന് മറുപടി കൊടുത്തില്ല. നീ വലിയ തിരക്കിലാണ് അടുക്കളയിൽ, അല്ലെങ്കിൽ നീ എന്താ മുളവണക്കാണ് മുറ്റത്ത്, അല്ലെങ്കിൽ നീ കൊപ്ര ഇങ്ങനെ ആട്ടാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് മുറ്റത്ത് വെച്ചിരിക്കുകയാണ്, അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നെല്ലുണക്കാണ്, ഏതെങ്കിലും അത്യാവശ്യപ്പെട്ട ഏത് അത്യാവശ്യമായ ജോലിയിലാണെങ്കിലും ഭർത്താവിന്റെ വിളിക്ക് നീ ഉത്തരം ചെയ്തില്ലാരെങ്കിൽ, ഭർത്താവ് നിന്നെ വിളിച്ചിട്ട് നീ മറുപടി കൊടുത്തില്ലാരെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, നീ ചെയ്യുന്ന നന്മയുടെ പ്രതിഫലം നിന്റെ ഭർത്താവിന് അള്ളാഹു കൊടുക്കും. അപ്പൊ സഹോദരങ്ങൾ, ബുദ്ധിയുള്ള ഭർത്താക്കന്മാരിപ്പോ ചിന്തിക്കുക, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അടുക്കളയിൽ പെണ്ണുപിള്ള നിൽക്കുമ്പോ എറാത്ത് പോയിട്ട് പതുക്കെ കേട്ടില്ലെങ്കിൽ അവള് ചെയ്ത ഈ ബാധിന്റെ പ്രതിഫലം നമുക്ക് കിട്ടില്ല. അങ്ങനെ ഓസിനെ പടച്ചോനെ പറ്റിക്കുന്നൊക്കെ, വാപ്പായ ഉസ്താമാരൊക്കെ പറ്റിക്കാനേ പറ്റും, അള്ളാഹെ പറ്റിക്കാൻ പറ്റില്ല. നേരിട്ട് തന്നെ എന്റെ പ്രിയമുള്ളവരെ, ആവശ്യത്തിന് നിങ്ങൾ വിളിക്കുകയാണ് നിങ്ങളുടെ ഭാര്യയെ, അത് ചിലപ്പോൾ ശാരീരികമായ ആവശ്യത്തിനാകട്ടെ മറ്റേതെങ്കിലും കാര്യത്തിനാകട്ടെ, അള്ളാന്റെ റസൂല് പറഞ്ഞു മറുപടി കൊടുക്കുക. അടുപ്പിന്റെ ചോട്ടിലാണെങ്കിലും ശരി അതിന് മറുപടി കൊടുക്കണേ പെണ്ണേ. അടുപ്പിന്റെ ചോട്ടിലെന്ന് പറഞ്ഞാൽ ഗ്യാസ് ഓണായിരിക്കുകയാണ് എങ്കിലും ഭർത്താവിന്റെ വിളിക്കാണ് നീ ഉത്തരം ചെയ്യേണ്ടത്. അതാണ് അടുപ്പിന്റെ ചോട്ടിലാണെങ്കിലും ശരി, എത്ര അത്യാവശ്യമുള്ള ജോലി അടുക്കളയ്ക്കകത്ത് നടന്നുകൊണ്ടിരുന്നാലും പെണ്ണേ, പ്രിയപ്പെട്ട ഭർത്താവ് വിളിച്ചാൽ അതിനുത്തരം ചെയ്തില്ലാരെങ്കിൽ, ആ ഭർത്താവിന്റെ വിളിക്ക് മറുപടി കൊടുത്തില്ലാരെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ നന്മകളൊന്നും പിന്നെ ആകാശത്തേക്ക് ഉയർത്തില്ല. ഇപ്പോഴും എന്റെ പ്രിയപ്പെട്ട ചില ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കുന്നു. ഉസ്താദേ, നിങ്ങൾ എത്ര പറഞ്ഞാലും ഈ പെണ്ണുങ്ങൾ കേട്ടുകൊണ്ടുപോയിട്ട് വീണ്ടും ഇതിന്റെ വിപരീതം തന്നെ കാണിക്കൂ. അങ്ങനെ കാണിക്കല്ലേ മോളെ. പഠിച്ചതുപോലെ പ്രവർത്തിക്കാത്തവര്, അറിഞ്ഞതുപോലെ പ്രവർത്തിക്കാത്തവര് നരകത്തിന് പ്രത്യേകമാണ് പടച്ചോ സജ്ജമാക്കിയിരിക്കുന്ന കവാടത്തിലാണ് കടന്നു പോവുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കുതിബ അലൈഹി അന്നഹു മൻ തവല്ല വഅന്നഹു യുദല്ലുഹു ويهديه إلى عذاب السعير. സഈർ എന്ന നരകത്തിന്റെ കവാടത്തിലേക്ക് പിശാചിന്റെ പാത പിൻപറ്റിയിട്ട് വഅദ് കേട്ടിട്ട് പുറത്തിറങ്ങിയിട്ട് പിശാചിന്റെ പിന്നാലെ പോകുന്ന ആണിനെയും പെണ്ണിനെയും വയഹ്ദീഹി ഇലാ അദാബി സഈർ, ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തിന്റെ സഈർ എന്ന് പറയുന്ന കവാടത്തിലേക്ക് പടച്ചതമ്പുരാ കൊണ്ടുപോകുന്നതാണ്, അല്ലാഹു വലിച്ചെടുക്കുന്നതാണ്. ആ ഒരവസ്ഥ വരാതിരിക്കാ. നിന്റെ കുടുംബത്തിൽ അഭിമാനമുണ്ടാവാ, നിന്റെ കുടുംബത്തിൽ ഇസ്ലാമിയത്തുണ്ടാവാ, നിന്റെ കുടുംബത്തിൽ ഈമാനിന്റെ മാധുര്യമുണ്ടാവാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ ഭർത്താവിനെ വേദനിപ്പിക്കാൻ പാടില്ല. ഭർത്താവിന്റെ മനസ്സ് നോവുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ഭർത്താവിനോടൊപ്പം രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ആ ഭർത്താവിന്റെ കൂടെ സഹകരിക്കാനുള്ള മനസ്സുണ്ടാവണം. ഇന്ന് ഒരു 40 വയസ്സ് ഭർത്താവിനും ഭാര്യയ്ക്കും കഴിഞ്ഞാൽ രണ്ടുപേരും കിടക്കുന്നത് 2 റൂമിലാണ്. പാടില്ല. അതൊക്കെ നമ്മൾ നിർത്തണം. ഒരു ഭർത്താവും ഭാര്യയും അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട സമയം എപ്പോഴാ? ഒന്ന്, രോഗിയായിരിക്കുന്ന സമയത്താണ്. ഭാര്യയുടെ പരിചരണം ഭർത്താവിന് ആവശ്യമുള്ള പ്രധാനപ്പെട്ട 2 സന്ദർഭങ്ങൾ. ഒന്ന്, ഭർത്താവ് രോഗിയാകുമ്പോഴാണ്. ഭർത്താവ് രോഗിയാകുമ്പോൾ നമ്മൾ വെട്ടിയും പ്രമാണം എടുത്ത് വീട്ടിൽ പോകും. മച്ചാ കുറഞ്ഞിട്ട് വിളിക്കണേ, നമ്പർ അസ്സലാമു അലൈക്കും, ഇത് പുതിയ സിം എയർടെൽ. അങ്ങനെ പോയാ പോരാ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രാരം ചെല്ലുന്ന സമയം, വൃദ്ധനാകുന്ന സമയം, കിളവനായി. ചില ഭർത്താക്കന്മാരെ ഭാര്യമാരെ വിളിക്കണം, എന്താ അറിയോ? സാറേ, മൂപ്പരാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നു. എന്തുകൊണ്ടാ? ഒരു പല്ല് കുലുങ്ങുന്നത് കൊണ്ടാ, ഒരു മുടി നരച്ചത് കൊണ്ടാ. അങ്ങനെ എത്രയോ സഹോദരിമാരെ, സാധാരണ ഭർത്താവ് കല്യാണപ്രായമാകുമ്പോൾ ഭർത്താവിന് ഒരു 28 വയസ്സും പെണ്ണിന് 18 വയസ്സും ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ കല്യാണം നടത്തുക. പെണ്ണിന് ചിലപ്പോൾ 14, ഭർത്താവിന് 30 വയസ്സുള്ളപ്പോഴും ചിലപ്പോൾ കല്യാണം നടക്കും. ഇങ്ങനെ ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ ഭർത്താവിന്റെ പല്ലൊക്കെ പോയി മുടിയൊക്കെ നരച്ച് നെഞ്ചൊക്കെ കുഴിഞ്ഞ് ഇങ്ങനെ വല്ല കണ്ണൊക്കെ അകത്തായി ഇങ്ങനെ ഇരിക്കുമ്പോൾ പാവപ്പെട്ട താത്ത നല്ല ചുറുചുറുക്ക് പ്രായം 28 ആയോളൂ. അന്നേരം താത്ത പറയും, ഇത് എവിടെ നിന്നറിയാറില്ല, പടത്തോ എന്റെ വാപ്പ എന്റെ വണ്ട കെട്ടി വെച്ചതാ റഹ്മാനെ. നാട് നീങ്ങിയെങ്കിൽ അടുത്തതൊന്ന് കെട്ടാമെന്ന് വരെ കൊതിക്കുന്ന ഭാര്യമാരുണ്ട്. നിങ്ങൾ പറയും, ഉസ്താദേ അങ്ങനെയൊന്നും പറയല്ലേ, നമ്മളെ ചിന്തിക്കൂല. ഉറപ്പായിട്ടും ചിന്തിക്കും.
ഉറപ്പായിട്ടും ചിന്തിക്കും, ഇതെന്താ ഷോപ്പിംഗ് അല്ല കുടുംബജീവിതം, ഷോപ്പിംഗ് അല്ല കുടുംബജീവിതം. കാണുമ്പോ ഇങ്ങനെ കണ്ട സ്നേഹം അതല്ല. ഭർത്താവിനോട് ആത്മാർത്ഥ സ്നേഹമുള്ള പെണ്ണാണെങ്കിൽ, ആത്മാർത്ഥ സ്നേഹമുള്ള പെണ്ണാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ കൂടെ കിടത്തണം ഭർത്താവിന്. ഭർത്താവിന് എപ്പോഴും ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്ത ഒരു കാലത്തും കൊടുക്കാൻ പാടില്ല, ഒരു സമയത്തും കൊടുക്കാൻ പാടില്ല. ആ ഭർത്താവിനോടുള്ള സ്നേഹം അതേപോലെ കാത്തു സൂക്ഷിക്കണം എന്റെ സഹോദരിമാർ. 20 കൊല്ലത്തേക്കല്ല കുടുംബജീവിതം, 30 കൊല്ലത്തേക്കല്ല കുടുംബം. നീ മരിക്കുന്നത് വരെയാ, നിന്റെ റൂഹ് പിരിയുന്ന സമയം വരെയാ ഈ കുടുംബജീവിതത്തിന് അള്ളാഹു സ്വർഗത്തിൽ തന്നെ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾക്ക് തിരിച്ചു തരുമല്ലോ. കൊള്ളാം ഉസ്താദേ, നിങ്ങൾ ഇത്രയും ദിവസം പറഞ്ഞത് വളരെ ഇഷ്ടപ്പെട്ടു. അള്ളാഹ് എവളെ തന്നെ വീണ്ടും എനിക്ക് സ്വർഗത്തിൽ തരുമെന്ന് പറഞ്ഞത് മാത്രം പടച്ചവനാണ്. തന്ന പൈസ തിരിച്ചേരി, ഞാൻ പോകണം. അസ്സലാമു അലൈക്കും. കാരണം എന്താ, ഇവിടെ തന്നെ ഒരു പരുവത്തിനാ കൊണ്ടുപോകണം ഉസ്താദ്. അവിടെ ഇത് തന്നെ കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയ പാടാ. പക്ഷെ അവിടെ കിട്ടണ ഇതേപോലെ അല്ല കേട്ടോ, ഇതേപോലെ ശിവാക്കേരെ പൊടിയിട്ട് തേക്കണമല്ല. അവിടെ ഇതേപോലെ മുഖമല്ല, അവിടെ ഇതേപോലത്തെ ഭംഗിയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിത്യ യൗവനം, വയസ്സാവൂല, പ്രായമാവൂല. 2 മണിക്കൂർ സീരിയൽ കണ്ടുകൊണ്ട് ഒരുമിച്ചിരുന്ന നടുവേദന എടുക്കുന്ന താത്തമാരല്ല സ്വർഗത്തിലുള്ളത് എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ടാ സ്വർഗത്തിൽ പോലും ദുനിയാവിന്റെ കുടുംബജീവിതത്തിന്റെ പരിഗണന അള്ളാഹു പരിരക്ഷിക്കുമെങ്കിൽ അത് നിസാരമായിട്ട് 2 or 3 കൊല്ലത്തേക്കോ 40 or 50 വയസ്സുവരെ ജീവിക്കാനോ വേണ്ടി മാത്രമല്ല, മരിക്കുന്നത് വരെ ഭാര്യയും ഭർത്താവുമായിരിക്കണം. രോഗിയായാൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നോക്കാൻ ജോലിക്കാളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന സഹോദരിമാരുണ്ട്. പണം കൂടിയ സ്ഥലത്തൊക്കെ എങ്ങനെയാണ്, പൈസ കൂടിയ കുടുംബക്കാരൊക്കെ എങ്ങനെയാണ്. ഭർത്താവിന് രോഗിയായി കഴിഞ്ഞാൽ സർവന്റിനെ വെക്കുകയാണ്. ഭർത്താവിന്റെ മലമൂത്ര വിസർജന ശുദ്ധീകരണത്തിന് പ്രസ് കഴുകി കൊടുക്കാൻ, ഭർത്താവിന് മുഖം മിനുക്കി കൊടുക്കാൻ, ഭർത്താവിന്റെ മുടി ചീകി കൊടുക്കാൻ പണം കൊടുത്തിട്ട് ആളെ ഏൽപ്പിക്കുന്ന പെണ്ണേ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വ്രണം കൊണ്ട് നിറഞ്ഞ ശരീരത്തിന്റെ ആ ഭാഗത്ത് നിന്ന് പൊട്ടിയൊരുക്കുന്ന ചീഞ്ചലം പോലും തുടച്ചു മാറ്റിപ്പോരെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിന്റെ മാരകമായ രോഗം പിടിച്ചിട്ടോ ആ ശരീരത്തിലൂടെ വ്രണം വന്നിട്ട് പൊട്ടിയൊടുകിയ ആ ചീഞ്ചലം നിന്റെ നാവ് കൊണ്ട് നക്കിയെടുത്താൽ ആ ഭർത്താവിനോടുള്ള കടമോ പരിപൂർണമായി പാലിച്ചിട്ടില്ല പെണ്ണേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോ എന്റെ സഹോദരിമാര് ഗൗരവത്തോടെ ആലോചിച്ചോ. സുഖമില്ലാതാകുമ്പോ ഒറ്റപ്പെടുത്താൻ പാടില്ല. അതേപോലെ തന്നെ ഭർത്താവിന്റെ പ്രാണമേറെ ആറിപ്പോയെന്ന് പറഞ്ഞ് അവഗണിക്കല്ല പെണ്ണേ, ആട്ടിയോടിക്കല്ല പെണ്ണേ. ആ ഭർത്താവിന്റെ വാർദ്ധക്യത്തിലും യൗവനം നിലനിർത്താനുള്ള സ്നേഹവും പരിചരണവും നിന്റെ നാവിൽ നിന്നോ, നിന്റെ കയ്യിൽ നിന്ന്, നിന്റെ മുഖത്തിൽ നിന്ന്, നിന്റെ പുഞ്ചിരിയിൽ നിന്ന് ആ ഭർത്താവിന് നീ കൊടുക്കണേ. എന്റെ മുമ്പിലിരിക്കുന്ന പാവപ്പെട്ട ഉപ്പമാർക്ക്, ആ ഉപ്പമാർക്ക് മക്കളില്ലല്ലോ സഹായിക്കാൻ. എവിടെ പോരാലും കളിയാക്കലല്ലേ. വയസ്സായവരെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കലല്ലേ. ഉപ്പാപ്പ ഒന്ന് ചുമച്ചാൽ അടുത്തു മാറിയിരുന്ന ചെറുപ്പക്കാര് പരിഹസിക്കില്ലേ. ഉമ്മ ഒന്ന് ചുമച്ചാൽ അടുത്തു മാറിയിരുന്ന സഹോദരിമാര് കളിയാക്കില്ലേ. അങ്ങനെ ആയിരക്കണക്കിന് അപകർഷാബോധങ്ങൾ മനസ്സിന്റെ അകത്ത് പിടിച്ചു കൊടുക്കുന്ന ആ പ്രായത്തിൽ വീട്ടിന്റെ അകത്തളത്തിലേക്ക് വരുമ്പോ മക്കള് പോലും തഴഞ്ഞാ, ചെറുമക്കള് പോലും ചവിട്ടിത്തേച്ചാ, പ്രിയതമന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് നമ്മളൊന്നും പഴയ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഒരുമ്മ പറഞ്ഞാൽ ആ പിതാവിന് എന്തുമാത്രം സന്തോഷമുണ്ടാകുമെന്നറിയോ. മക്കള് പോണെങ്കിൽ പോട്ടെ, ചെറുമക്കള് പോണെങ്കിൽ പോട്ടെ, കുടുംബക്കാര് വെറുക്കുന്നെങ്കിൽ വെറുക്കട്ടെ, എനിക്ക് നീയുണ്ടല്ലോ എന്ന അവസാന ഘട്ടത്തിൽ പോലും ഒന്ന് സന്തോഷിക്കാനുള്ള സമയമുണ്ടല്ലോ. അതെങ്ങനെ ഇന്ന് ഉമ്മാമാക്ക് ഉപ്പാപ്പായ വരെ സംശയമാ. എവിടെ പോയിരുന്ന് മനുഷ്യ നല്ലതുപോലെ നാവ് പൊങ്ങൂലെങ്കിൽ സംശയത്തിന് ഒരു കുറവും അള്ള വേണ്ടിച്ചിട്ടില്ല. പിന്നെ സംശയം വയസ്സാം കാലത്ത് അടിയാ വീട്ടിനകത്ത്. ചെറുപ്പക്കാരായ ഭാര്യയും അവരുടെ മക്കളും മരുമക്കളും ഒക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതൊന്നുമല്ല, ഉമ്മാമായും ഉപ്പാപ്പായും തമ്മിൽ ഉടക്ക്. പാത്രം എടുത്തെറിയുന്നു, നിങ്ങൾ അവളെ കണ്ടില്ലേ, എവിടെ പോയില്ല, ഞാൻ കണ്ട അപ്പറത്താക്കൂലെ തമ്പി, എനിക്കറിയാം. ഇങ്ങനെ അടിയ നിരന്തരം. എന്തിനാ നമ്മൾ ഇങ്ങനെ ആയിപ്പോയി? ഈ വാർദ്ധക്യത്തിന്റെ സമയത്ത് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഈ സംശയം വെച്ചുകൊണ്ടിരിക്കുന്നു ഇല്ലേ? ഉമ്മാമ വലിയ കുഴപ്പമാ.
ഉപ്പാപ്പമാരെ പറയാൻ ഒരു കണക്കില്ല. നിങ്ങൾ പറയും അപ്പോൾ ഉപ്പാപ്പമാരെല്ലാം വലിയ അങ്ങ് സ്വർഗത്തിലാണ്, നമ്മൾ മാത്രം ഉസ്താദ് ഇന്നലെയും പറഞ്ഞു നമുക്ക് പണി, ഇന്നും പറഞ്ഞു നമുക്ക് പണി. അതല്ല, വേദന കൊണ്ട് പറയാണ്. വീട്ടിലേക്ക് വരുന്ന പ്രിയപ്പെട്ട പിതാക്കന്മാരെ അങ്ങനെ ഒരു സംശയത്തോടെ തള്ളിയിടുമ്പോ അത് മനസ്സിനൊരു പ്രയാസം ഉണ്ടാക്കി കൊടുക്കാറില്ലേ നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാർക്ക്? അവർക്ക് സഹിക്കാൻ പറ്റുമോ? എവിടെ പോയാലും അവഗണന, വീട്ടിനകത്ത് വന്നാലും അവഗണന. അത് പാടില്ല. വീട്ടിനകത്തെന്നും 20ാമത്തെ വയസ്സിൽ നിങ്ങൾ പരിഗണിച്ച പോലെ ആ പരിഗണന 100ാമത്തെ വയസ്സിലും കൊടുക്കണം. എങ്കിലേ ആ കുടുംബജീവിതത്തിന് മാധുര്യമുണ്ടാവും. 7ാമത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പെണ്ണേ നിന്റെ ശരീരത്ത് അല്ലാഹു തന്ന രോമങ്ങളുണ്ടല്ലോ, രോമങ്ങളല്ല രോമകൂപങ്ങൾ, രോമം മുളച്ചു വരാനുള്ള ശരീരത്തിന്റെ എല്ലാ തുലിയുടെ ഭാഗവും അല്ലാഹു അളന്നെടുത്തിട്ട് ആ രോമത്തിന്റെ അത്രയും പ്രതിഫലം അല്ലാഹു നിനക്ക് തരും. എപ്പോഴെന്നറിയുമോ? ഭർത്താവിന്റെ പൊരുത്തത്തോടെ നീ പ്രസവിച്ചാൽ. ഭർത്താവിന്റെ പൊരുത്തത്തോടെ വേണം പ്രസവിക്കാൻ. വേദന വരുമ്പോ, പ്രയാസം വരുമ്പോ ഭർത്താക്കന്മാരെ ശപിക്കാൻ പാടില്ല. നിങ്ങളുടെ ഒരൊറ്റ പരിപാടി മെയിൻ അതാ. അന്നേരം നിക്കറിന് പകരം മറ്റവാരെ ചീത്ത വിളിക്കാൻ പാടില്ല. പെണ്ണിന് അള്ള കൊടുത്തത് പെണ്ണിന്, ആണിന് അള്ള കൊടുത്തത് ആണിന്. പ്രതിഫലവും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിൽ ശപിച്ചിട്ട് കാര്യമില്ല, ശാപം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ സഹോദരിമാരെ, നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. പൊരുത്തത്തോടു കൂടി വേണം പ്രസവിക്കാൻ. ഭർത്താവ് പുറത്ത്, ഹോസ്പിറ്റലിന് പുറത്തിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്, അല്ലേ? കൂട്ടുകാരുണ്ടാവും, കുഴപ്പമില്ല. ഇന്നതാണ് കൂട്ടിരിക്കാൻ പോകുമ്പോൾ അൽഹംദുലില്ലാഹ് കുറെ കൂട്ടുകാരുണ്ടാവും. അവർക്ക് പാർട്ടി നടത്തി അവന്റെ പൈസ തീരണം. അല്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വൈഫിന് മരുന്ന് വാങ്ങിയിട്ടല്ല പൈസ തീരുക. അപ്പൊ അങ്ങനെ പോയി കൂട്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവ് 100% വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് ആ ഭർത്താവിനെ വേദനിപ്പിക്കാത്ത രീതിയിലായിരിക്കണം നീ പ്രസവിക്കാനുള്ളതെങ്കിൽ നിന്റെ ശരീരത്തിന്റെ ഓരോ രോമകൂപത്തിന്റെ അളവനുസരിച്ച് പ്രതിഫലം നിനക്ക് കിട്ടും. ആണുക്കളൊക്കെ മണ്ടന്മാരായി എന്ത് പ്രതിഫലമാണ് എന്റെ സഹോദരിമാർക്ക് അല്ലാഹു കൊടുക്കുക? സാരമല്ല, നിസാരമല്ല. വാപ്പരെയും ഉമ്മരെയും എടുത്തു വെച്ചാൽ ഉമ്മയ്ക്കാണ് വാപ്പയേക്കാൾ 3 പദവി കൂടുതൽ. സ്വർഗത്തിൽ ഏറ്റവും അധികം എളുപ്പത്തിൽ കടന്നു പോകുന്നതാരാ? അതും സ്ത്രീകളാണ്. ഏറ്റവും എളുപ്പവഴി സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു ഒരു വിഭാഗത്തിന് ഭാഗ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെണ്ണിന് മാത്രമാണ്. അതുപോലും എന്റെ സഹോദരിമാരെ നഷ്ടപ്പെടുത്തിയില്ലേ? കോഴിക്കോട് ജില്ലയിലെ ഉമ്മ ഇന്നലെ പറഞ്ഞതുപോലെ മതവും മതത്തിന്റെ ചട്ടക്കൂടും നമുക്ക് വേണ്ട. എനിക്കെന്റെ മോളാണ് വലുതെന്ന് പറയുന്ന ഉമ്മമാരായി മാറിപ്പോയി നമ്മൾ. ആൽബത്തിൽ അഭിനയിക്കാൻ മക്കളെ പറഞ്ഞു വിടുന്ന ഉമ്മമാരായി അതപ്പതിച്ചു പോയി നമ്മൾ. ഭരതനാട്യത്തിന് പൊന്നുമക്കളെ ഒരുക്കുന്ന ഉമ്മമാരായി അതപ്പതിച്ചു പോയി നമ്മൾ. ഉത്സവപ്പറമ്പിൽ മിതിക്സ് പരേഡ് കാണാൻ പോലും ഉറക്കമൊഴിയുന്ന ഉമ്മമാരായി അതപ്പതിച്ചു പോയി നമ്മൾ. എന്റെ പ്രിയമുള്ള ഉമ്മ, ഒരതപ്പതനമല്ലേ നിന്നെ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പടച്ച തമ്പുരാ വലിച്ചെറിയാ കാരണമാകുന്നത്. എന്തെളുപ്പമാണ് പെണ്ണേ നിനക്ക് സ്വർഗത്തിലെത്താ, എന്തെളുപ്പമാണ് പെണ്ണേ നിനക്ക് സ്വർഗത്തിലെത്താ. ഇതോ സുന്നത്തിൽ മർഅത്തു ഖംസഹാ വസാബത്ത് ശഹറഹാ വഹസനത്ത് ഫർജഹാ വഅതാഅത്ത് സൗജഹാ വദഖലത്ത് ജന്നത റബ്ബിഹാ. ഒരു 4 കാര്യം മാത്രം നീ ശ്രദ്ധിച്ചാ നിനക്ക് സ്വർഗത്തിൽ കടന്നുപോയി, നിനക്ക് സ്വർഗം കിട്ടിപ്പോയെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയാ. അതിലൊന്നെന്താ? ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹാ. ഒരു പെണ്ണ് 5 നേരം കൃത്യമായി നിസ്കരിച്ച, വസാമത്ത് ശഹറഹാ, റമളാൻ മാസം നോമ്പ് പിടിച്ച, വഹസനത്ത് ഫർജഹാ, അവളുടെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിച്ച, ഭർത്താവിന് മാത്രം അർഹതപ്പെട്ടതോ ആ ഭർത്താവിന് മാത്രം കൊടുക്കുന്ന ശരീരത്തിന്റെ തലയുടെ ഒരു രൂപം പോലും അന്യപുരുഷന്മാരുടെ മുന്നിൽ തുറന്നിടാറ് ഭർത്താവിന് അർഹതപ്പെട്ടത് ഭർത്താവിന് മാത്രം കൊടുക്കുന്ന വളരെ അനുസരണയുള്ള തഖ്വയുള്ള ഒരു പെണ്ണാണെങ്കിൽ പെണ്ണേ, വഅതാഅത്ത് സൗജഹാ, നിന്റെ ഭർത്താവിന് നീ വഴിപ്പെട്ട, ഹോസ്പിറ്റലിന്റെ അകത്താണെങ്കിലും പൊട്ടിക്കരയുമ്പോഴാണെങ്കിലും തളർന്നു പോരാളാണെങ്കിലും നോക്കാതെ സഹായിക്കാതെ സഹകരിക്കോ
ആ ഭർത്താവിന് അനുസരണയുള്ള ഭാര്യയായിട്ട് നീ വന്നാ ദഖലത്ത് ജന്നത റബ്ബിഹാ, നിന്റെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് നിനക്ക് കടക്കാം പെണ്ണേ. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ സഹോദരിമാര് ഗൗരവത്തോടെ ചിന്തിച്ചോ. ഗർഭവതിയാകുമ്പോൾ ഗർഭത്തിന്റെ ഓരോ സമയങ്ങളിലും നിങ്ങൾ ആ ഭർത്താവുമായി പിണങ്ങല്ലേ, ആ ഭർത്താവിനെ ശപിക്കല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് വലിയ പർവ്വത സമാനമായ ഒരു പ്രതിഫലമാണ്. ഭർത്താവ് ഗർഭം ചുമന്നതിന്റെ അന്ന് മുതൽ ഭർത്താവിന് 100% നീ സന്തോഷിപ്പിച്ചോ. പ്രസവിക്കുന്ന സമയത്ത് പോലും ആ ഭർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിക്കാതെ 100% പൊരുത്തത്തോടെയാണ് നീ പ്രസവിക്കുന്നതെങ്കിലോ നിന്റെ തലമുടിയില്ലേ, നിന്റെ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളില്ലേ, അതിനനുസരിച്ച പ്രതിഫലം നിനക്ക് അല്ലാഹു തരുന്നതാണ് പെണ്ണേ. പടച്ചതമ്പുരാൻ തരുന്നതാണ്. അല്ലാഹു അങ്ങനെ പ്രതിഫലം വാങ്ങുന്ന സഹോദരിമാരിൽ നമ്മുടെ ഈ ഇരിക്കുന്ന സഹോദരിമാരെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. സാരമായ പ്രതിഫലമല്ല, വലിയൊരു നേട്ടമാണ് ഇതിലൊക്കെ കിട്ടുന്നത്. 8ാമത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, 1000 രക്തസാക്ഷികളുടെ പ്രതിഫലം നിനക്ക് കിട്ടും. സഹോദരിക്ക് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ചാ പറയണേ. 1000 രക്തസാക്ഷി. ഒരു രക്തസാക്ഷി ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഖാലിദ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് എല്ലാ സമയത്തും എന്നെ രക്തസാക്ഷിയാക്കണേ അല്ലാഹ്. ആ പ്രതിഫലത്തിന്റെ മഹത്വം ആലോചിച്ചുകൊണ്ടാ ബഹുമാനപ്പെട്ട ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ചുഗന്ധേ ചുഗന്ധേ ഉബൈദത്തെ എടുത്തത് അമ്മാർ സുരിന്ത് വരും വഴി തൊഴുകൈതമ്മാ നികരേറ്റവർ യാസി ഹബീബുള്ളാന്റെ ദേശത്തിരു മുമ്പിൽ കിടത്തിക്കൊണ്ടേ. ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളോ ഇസ്ലാമിന്റെ ശത്രുക്കൾ വെട്ടിയെറിഞ്ഞപ്പോ സഹാബികൾ താങ്ങിയെടുത്തു കൊണ്ടുവന്ന് മുത്തുനബിയുടെ മുമ്പ് കൊണ്ടുവന്ന് കിടത്തിയപ്പോ പൊട്ടിക്കരന്നുകൊണ്ട് ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ കൈ പോയി നബിയേ, എന്റെ കാല് പോയി നബിയേ. രണാകടത്തിൽ കിടന്നുകൊണ്ട് മരണപ്പെടാ ഷഹീദിന്റെ പച്ചക്കോട്ടണിഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് പറന്നു പോകുന്ന പച്ചപ്പറവയെ പോലെ പറക്കാ കൊതിയോട് ആഗ്രഹിച്ചിരുന്ന എന്നെ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ കിടത്തി പോരെങ്കിലോ ഷഹീദിന്റെ കൂലി എനിക്ക് കിട്ടുമോ നബിയേ. പഞ്ചം ബദർ പൂജോ ഡനക്കി ഉമ്മീ ചെഞ്ചൽ ഫലൂലുറ്റേ ഷഹീദാകും നീ ശ്രവിച്ചു ബൈദത്തോ ശൈറുണ്ടും ഈ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉബൈദത്ത് നീ എവിടെ കിടന്ന് മരിച്ചോ ഷഹീദാണ് ഉബൈദത്ത് എന്ന് പറഞ്ഞപ്പോഴാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് കിടന്നുകൊണ്ട് ഷഹീദാണ് ഉബൈദത്ത് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയതെങ്കിൽ അത് ഒരു ഷഹീദാണ് പെണ്ണേ. നിനക്കൊരായിരം ഷഹീദിന്റെ കൂലി, 1000 ഉബൈദത്തിന്റെ കൂലി, 1000 ഹംസത്തിന്റെ കൂലി, 1000 സഅദിന്റെ കൂലി പെണ്ണേ നിനക്ക് അല്ലാഹു തരാമെന്ന് പറയുന്നു. എന്ത് ചെയ്യണമെന്നറിയോ? ഭർത്താവിന്റെ പൊരുത്തത്തോടെ തൃപ്തിയോടെ 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ നിന്റെ കുഞ്ഞിന് നീ മുലപ്പാല് കൊടുത്തോ. ഹൗലൈനി കാമിലൈ ഹമൽതു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ വഫിസാലുഹു ഫി ആമൈൻ അഷ്കുർ ലീ വലിവാലിദൈ. ഉമ്മയോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ, 2 വർഷം പൂർണ്ണമായിട്ട് നിന്റെ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കടേ. സൗന്ദര്യം കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട്, ഗ്ലാമർ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞിട്ട് ബേബി ഫുഡ് വാങ്ങി കുഞ്ഞിന്റെ വാക്യകത്ത് നിറച്ചു കൊടുക്കുമ്പോ പ്രിയപ്പെട്ട ഉമ്മ, ലോകത്തെ ഏറ്റവും വലിയ കുഞ്ഞിനുള്ള മരുന്ന് എന്നറിയോ? ഈ പരിസരത്ത് ഏതെങ്കിലും ഡോക്ടർമാർ എന്റെ ശബ്ദം ശ്രവിക്കുന്നെങ്കിലോ അവരോട് ഞാൻ ചോദിക്കുകയാ, ഒരു മനുഷ്യ ശരീരത്തിന് കിട്ടുന്ന ലോകത്തെ ഏറ്റവും വലിയ മരുന്ന് ഏതെന്നറിയോ? അതുമ്മാന്റെ മാരടത്തിൽ നിന്ന് ചുരത്തി വരുന്ന മുലപ്പാലാണ് പെണ്ണേ.
സച്ചിന്റെ കയ്യിലിരിക്കുന്നത് കഴിക്കാ, ദ്രാവിഡിന്റെ കയ്യിലിരിക്കുന്നത് കഴിക്കാ, ധോണിയുടെ കയ്യിലിരിക്കുന്നത് കഴിക്കാ. എന്നിട്ട് നിന്റെ പൊന്നോമന മക്കളെ അതേപോലെ ബസ്സിലുള്ളവരാക്കി മാറ്റാ പരിശ്രമിക്കുന്ന ഉമ്മ. 2 വർഷം പൂർണ്ണമായിട്ടോ മുലപ്പാല് കൊടുത്ത് മാരകമായ രോഗങ്ങൾ വരെ ആ കുഞ്ഞിന്റെ അടുത്ത് വരില്ലോ എന്ന് ശാസ്ത്രലോകം പഠിപ്പിക്കുമ്പോ എന്തുകൊണ്ടാ ഈ മുസ്ലിം പെണ്ണുങ്ങൾ മാത്രം ഇങ്ങനെ ആറിപ്പോയതെന്താ? ഒരു പ്രസവം നടന്നാൽ നിന്റെ ഗ്ലാമർ കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് ഇനി ആർക്കാണ് പെണ്ണെ നീ ഒരുങ്ങുന്നത്? ഇനി ആരെ കാണിക്കാനാണ് നീ വെളുക്കുന്നത്? ഇനി ആരെ കാണിക്കാനാണ് നിന്റെ ചുണ്ടിന്റെ ചുമപ്പ് നീ വർദ്ധിപ്പിക്കുന്നത്? ഇനി ആർക്കാണ് നിന്റെ മുഖത്തിന്റെ പ്രസരിപ്പ്? നീ പ്രസവിച്ചവളാണെന്ന് നിന്റെ ഭാര്യയ്ക്കറിയ, ഭർത്താവിനറിയാം. ആ ഭർത്താവാണ് പെണ്ണെ നിന്റെ സൗന്ദര്യം അനുഭവിക്കേണ്ടവള്. അതുകൊണ്ട് തന്നെ അന്യപുരുഷന്മാർക്ക് ശരീരം കൊടുക്കാ, അവർക്ക് മുന്നിൽ തിരിച്ചു കാണിക്കോ, അവർക്ക് മുന്നിൽ പൊലിവെളുപ്പ് കാണിക്കോ. റോഡിലൂടെ ഇറങ്ങി നടന്നു പോകുമ്പോ നീ എന്തേ ഇങ്ങനെ കറുത്തുപോയെന്ന് ആരും ചോദിക്കാതിരിക്കാ. മുലപ്പാലുകൂടി കുഞ്ഞുമക്കളെ നിർത്തല്ല ഉമ്മ. 2 വയസ്സ് വരെയെങ്കിലും നിർബന്ധമാരും കൊടുക്കണേ ഉമ്മ. അതിനൊക്കെ പണ്ടുള്ള ഉമ്മമാര് നടന്നു കുടിച്ചിട്ടുണ്ട് മക്കൾ. 5 വയസ്സിലൊക്കെ ഓടി നടന്ന് ഉമ്മ എന്ന് പറയുമ്പോൾ ഉമ്മ അങ്ങോട്ട് വരും, മക്കൾ കുടിക്കും. 5 വയസ്സിൽ 6 വയസ്സിലും കുടിച്ചിട്ടുണ്ട്. എവിടെ വെച്ചും കുടിച്ചു. ഇന്നുള്ള ദാത്തമാരെന്താ, പ്രസവം കഴിഞ്ഞാൽ അതൊരു വലിയ അരോചകമായിട്ട് കാണാം. എന്ത് വലിയ പുണ്യകർമ്മമെന്നറിയോ? 1000 ഷഹീദിന്റെ കൂലിയാ. 1000 ഷഹീദിന്റെ കൂലി. ഇനിയെങ്കിലും വിവാഹിതരാകാൻ പോകുന്ന സഹോദരിമാർ അടിവരയിട്ട് പഠിച്ചോ, അടിവരയിട്ട് പഠിച്ചോ. എന്റെ പൊന്നുമോൻ ആരാണ്, ആണാണോ പെണ്ണാണോ, ഇൻഷാ അല്ലാഹ് ഉസ്താദേ ഞാനത് കൃത്യതയോടെ ചെയ്തിരിക്കും. അത് നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വമാണ്. അത് നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വമാണ്. 9ാമത് അല്ലാഹുവിന്റെ റസൂൽ പെണ്ണിനോട് പറയുന്നു, റുക്കൂം സുജൂദും ഒഴികെ ആരാധനയുടെ ഭാഗം പോലും ഭർത്താവിന്റെ മുന്നിൽ ചെയ്യാമെന്നാണ്. റുക്കൂ സുജൂദും വേണ്ട, ബാക്കി ഭർത്താവിന്റെ മുന്നിൽ ഏത് രീതിയിൽ വണങ്ങേണ്ടി വന്നാലും വണങ്ങാം. സുജൂദ് അങ്ങനെ ആർക്ക് മുന്നിലും ചെയ്യാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അങ്ങനെ സുജൂദ് ചെയ്യണമായിരുന്നെങ്കിൽ ഭർത്താവിന് മുന്നിൽ ഭാര്യ പോയി സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല. പക്ഷെ മറ്റൊരു കാര്യം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഒരാൾക്കും നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടില്ല. സയ്യിദ് ഹൈദ്രോസ് പോയാ തങ്ങളുപ്പാന്റെ മുമ്പില് മറ്റന്നാൾ നിങ്ങൾ സിയാറത്തിന് വന്നാൽ വേദനയോടെ എന്റെ സഹോദരിമാരോട് ഞാൻ പറയാ, സുജൂദ് ചെയ്യല്ല പെണ്ണേ. ഈ മഖാമിന് മുന്നിൽ നിങ്ങൾ ഒരാൾ പോലും സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. 10ാമത് ഹബീബായ പ്രവാചകർ പറയുന്നു, പെണ്ണേ നീ എപ്പോ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നുവോ അപ്പോഴെല്ലാം അള്ളാന്റെ അനുഗ്രഹം നിനക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. എപ്പോ നിന്റെ ഭർത്താവിനെ വെറുക്കുന്നുവോ അപ്പോഴെല്ലാം പടച്ചോന്റെ ശാപം നിനക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. 2 കാര്യങ്ങൾ. എപ്പോ നീ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവോ അപ്പോഴെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹം, നിന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നുവോ അപ്പോഴെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങിക്കൊണ്ടിരിക്കും. എപ്പോ നീ നിന്റെ ഭർത്താവിനെ വെറുക്കുന്നുവോ അപ്പോഴെല്ലാം പടച്ചോന്റെ ശാപം നിനക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. ഈ 2 കാര്യം വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതത്തിന്റെ ഇടയിലുള്ള ഇണക്കവും പിണക്കവും വരുമ്പോ ഈ സന്ദർഭത്തിൽ നാം ഗൗരവത്തോടെ അത് ചിന്തിക്കണം, മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. അപ്പോ ഭാര്യ മക്കൾക്ക് മുല കൊടുക്കുന്നത് 2 വയസ്സ് വരെ പൂർണ്ണമായിട്ടത് ചെയ്താൽ നിനക്കെന്തുണ്ട്? 1000 ഷഹീദിന്റെ കൂലിയുണ്ട്. നിന്റെ ഭർത്താവിന് മുന്നിലാണ് അള്ളാഹു പറയുന്നു, സുജൂദ് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ, ഒരാളെങ്കിലും മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ ഭർത്താവിന് മുന്നേ സുജൂദ് ചെയ്യാൻ നിന്നോട് പറയുമായിരുന്നു. പിന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഭർത്താവിനെ നീ എപ്പോഴൊക്കെ സ്നേഹിക്കുന്നുവോ അപ്പോഴെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹം വരും. ഭർത്താവിനെ നീ എപ്പോഴെല്ലാം വെറുക്കുന്നുവോ അപ്പോഴെല്ലാം അള്ളാഹുവിന്റെ ആ ഒരു ശാപവും നിനക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. പിന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 10 നന്മ നിനക്ക് കിട്ടും, 70 തിന്മ അള്ളാഹു മായ്ച്ചു കളയും. എപ്പോഴാണെന്നറിയാം? ഭർത്താവിനെ സന്തോഷിപ്പിച്ചാൽ. ഇന്നലെ നാം ഭാര്യയെ സന്തോഷിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. ഇക്കളാക്കി കൊടുക്കലല്ല, ഭാര്യമാരെന്ത് ചെയ്യുക? ഭർത്താവിനെ സന്തോഷിപ്പിക്കുക. എങ്ങനെ സന്തോഷിപ്പിക്കുക? എങ്ങനെ സന്തോഷിപ്പിക്കുക? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും പരസ്പരം പിണങ്ങിയപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖമുണ്ടല്ലോ, ആ പിണക്കമൊന്ന് ഗൗരവത്തോടെ പ്രകടിപ്പിച്ചപ്പോൾ
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തളർന്നുപോയി, അവശയായി പോയി. എന്ത് ചെയ്യും റബ്ബേ? ഒരുപാട് പരിശ്രമിച്ചു നോക്കി, അലിയാര് തങ്ങൾ ഇണങ്ങുന്നില്ല. ഒരുപാട് പരിശ്രമിച്ച് വട്ടം കറങ്ങി കളിയും ചിരിയൊക്കെ നടത്തി നോക്കി, അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ചിരിക്കുന്നില്ല. അവസാനം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളെ മുഖത്തോട് മുഖം നോക്കി നിന്നിട്ട് ആ കണ്ണുകളിൽ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു അറിയാതെ ചിരിച്ചുപോയി. പിണങ്ങിയിരിക്കുന്ന ഭർത്താക്കന്മാരെ ഇണക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, എന്താന്ന് പറഞ്ഞു തരട്ടെ. പിണക്ക് ഇന്ന് മാറും. ഭർത്താവ് പിണങ്ങിയിരുന്നാൽ ആ പിണക്കം മാറ്റാനും, ഭാര്യ പിണങ്ങിയിരുന്നാൽ പിണക്കം മാറ്റാനും ഒന്ന് രണ്ട് അടവുകളുണ്ട്, പറഞ്ഞു തരട്ടെ. അതുകൂടി പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ കടത്തിവിട്ടതുകൊണ്ട് വേണ്ട, അത്ര മതി, അത്ര മതി. അതറിയാൻ ആവേശമുണ്ടല്ലേ, അതറിയണമെന്ന് താല്പര്യമുണ്ട്. അത് കാരണം പിണക്കം ഇന്ന് എല്ലായിടത്തും ഉള്ളതാണ്. പിണക്കം ഇന്ന് എല്ലാ ഭാഗത്തും ഉള്ളതാണ്. പിണങ്ങിയിരിക്കുന്ന ഭാര്യയെയും പിണങ്ങിയിരിക്കുന്ന ഭർത്താവിനെയും കൊണ്ടുവരാനുള്ള പരിപാടിയുണ്ട്, ഇണക്കത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടി. അവസാനം വരുന്ന ആ മരുന്ന് ഏറ്റില്ലെങ്കിൽ അസ്സലാമു അലൈക്കും വരെ. ആ മരുന്ന് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് ഞാൻ പറയാം, ആ മരുന്ന് നാളെ ഞാൻ ഇവിടുന്ന് ദുആയ്ക്ക് മുമ്പ് ഇവിടുന്ന് പിരിയുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടേ പോവുള്ളൂ. അല്ലാഹുവിന്റെ റസൂല് പറയാ, ഭർത്താവിനെ നീ എപ്പോ സന്തോഷിപ്പിക്കുന്നുവോ, നീ കാരണമാറി ഭർത്താവ് ഇപ്പൊ ചിരിക്കുന്നുവോ, ആ സമയത്ത് നിനക്ക് 10 നന്മകളെ അല്ലാഹു എഴുതുന്നതാ, 70 തിന്മകളെ അല്ലാഹു മായ്ക്കുന്നതാണ്. ഒരു പ്രാവശ്യം ഭർത്താവിനെ ചിരിപ്പിച്ചാൽ 10 നന്മ ചെയ്ത പ്രതിഫലം 70 തിന്മ നിന്നെന്ന് അല്ലാഹു മാറ്റിക്കളയുകയാണ്. മറ്റൊരു പ്രാവശ്യം വീണ്ടും നിന്റെ ഭർത്താവിനെ നീ ചിരിപ്പിച്ചാൽ, സന്തോഷിപ്പിച്ചാൽ അതിന് നിനക്ക് വീണ്ടും വീണ്ടും പ്രതിഫലം ഇങ്ങനെ കിട്ടുകയാണ്. ഇതൊരു സന്തോഷമാണ്. അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ റസൂല് 12ാമതായി പഠിപ്പിക്കുകയാണ്, പെണ്ണെ നീ എപ്പ മരണപ്പെട്ടാലും, നീ എന്ന് മരണപ്പെട്ടാലും ഭർത്താവിന്റെ പൊരുത്തത്തോടുകൂടി മാത്രമേ മരിക്കാവൂ പെങ്ങളെ. ഭർത്താവിന്റെ പൊരുത്തത്തിൽ മരിക്കണം. ഭർത്താക്കന്മാര് ജീവിച്ചിരിക്കുമ്പോ അല്ലാഹു നിങ്ങളെ മരിപ്പിക്കട്ടെ. ഒറ്റെണ്ണ ആമീൻ പറയില്ല. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ മരിക്കണം താത്തമാരെ, നല്ലതാ അത്. എന്താണെന്നറിയോ? ശരി, ഭർത്താവാണ് ആദ്യം മരിച്ചത്, ഞാൻ സമ്മതിച്ചു. ഭർത്താവ് ആദ്യം മരിച്ചു, നിങ്ങൾ രണ്ടാമത് മരിക്കുക. നിങ്ങൾ രണ്ടാമത് മരിക്കുമ്പോൾ ഭർത്താവില്ല. നിങ്ങളുടെ മരണത്തിൽ ഏറ്റവും അധികം ഓടി നടന്ന് നിങ്ങൾ അടക്കം ചെയ്യാൻ പരിശ്രമിക്കുന്നത് ആരായിരിക്കും? ഭർത്താവ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവായിരിക്കും. ഒരു വീഴ്ചയും അതിലയാൾ വരുത്തില്ല, ഒരു വീഴ്ചയും അതിലയാൾ വരുത്തില്ല. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെടുന്ന സമയം പറഞ്ഞതിന് ഏറ്റവും അധികം സന്തോഷം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞാൻ മരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്താ? എനിക്ക് നിങ്ങളുണ്ടല്ലോ, എനിക്ക് നിങ്ങളുണ്ടല്ലോ. ഓതാനും ദിക്ർ ചൊല്ലാനും പ്രാർത്ഥിക്കാനും എനിക്ക് നിങ്ങളുണ്ടല്ലോ. ആ ഒരു സന്തോഷം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പ്രകടമാക്കിയെങ്കിൽ എന്റെ സഹോദരിമാരെ, അയ്യുമാ ഇംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്നാ, ഭർത്താവിന്റെ പൊരുത്തത്തോടെ പൂർണ്ണ തൃപ്തിയോടെ മരണപ്പെടുന്ന ഒരു ഭാര്യയുണ്ടോ, ദഖലത്തിൽ ജന്നാ, ഓ പെണ്ണിന് സ്വർഗമുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ആ പെണ്ണിന് ഉറപ്പായിട്ടും സ്വർഗമുണ്ടത്രേ. ഇതൊരു രംഗമാണ്. അല്ലാഹു നമ്മുടെ സഹോദരിമാർക്ക് സ്വർഗം തരട്ടെ. പൂർണ്ണ തൃപ്തിയോടെ, ഭർത്താവിന്റെ പൂർണ്ണ തൃപ്തിയോടെ മരണപ്പെടാൻ ഒരു ഭാര്യയ്ക്ക് കഴിഞ്ഞാൽ ആ പെണ്ണ് സ്വർഗാനിവാസിയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലിയാര് തങ്ങളോട് ചോദിച്ചില്ല, അലിയേ ഞാനിതാ മണിക്കൂറുകൾക്കകം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ എന്റെ വിവാഹ ജീവിതത്തിൽ അന്നു മുതൽ ഇന്ന് വരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും വന്നുപോയാ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ.
ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദുആയിൽ വളരെ പ്രധാനപ്പെട്ടത്, ഇന്ന് ഈ പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ട് പ്രിയപ്പെട്ട ഭാര്യയോട് നിങ്ങൾ പറഞ്ഞാൽ, പ്രിയപ്പെട്ട ഭർത്താവിനോട് നിങ്ങൾ പറഞ്ഞാ, ഇന്ന് വരെ കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ ഈ പ്രഭാഷണത്തിന്റെ ഈ രാത്രി വരെ ഞാനും നിങ്ങളും തമ്മിൽ ഉണ്ടായതല്ല, നമുക്ക് പരസ്പരം പൊരുത്തപ്പെടാ, നാളെ മുതൽ ഒരു സന്തോഷത്തിന്റെ പൂത്തിരിയുടെ പ്രകാശമുള്ള ജീവിതം നയിക്കാ എന്നൊരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാ, ഭാര്യ ഭർത്താവിനോട് പറഞ്ഞ് പൊരുത്തപ്പെടിച്ചാ, ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി ഇന്ന് ഈ രാവിലുള്ള പ്രാർത്ഥനയുടെ പകുതി ഭാഗവും കുടുംബത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നതാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇന്ന് ചോദിക്കണം. ഗൾഫിലാണെങ്കിലോ ഇന്ന് വിളിക്കണമെങ്കിൽ ഇന്ന്, നാളെ വിളിക്കണമെങ്കിൽ നാളെ പറയണം, കാര്യം പറയണം. വാത് കേൾക്കാൻ പോയി, നിങ്ങളെക്കുറിച്ച് പറഞ്ഞു, എന്നെക്കുറിച്ച് പറഞ്ഞു, രണ്ടുപേർക്കും പരസ്പരം പൊരുത്തപ്പെട്ട് ഇനി നല്ലൊരു ജീവിതം നമുക്ക് നയിക്കണം, അള്ളാഹു ഭാഗ്യം തരട്ടെ എന്ന് പറഞ്ഞ് ഫോണിലൂടെ സംസാരിക്കണം. സൊസൈറ്റിയിൽ അടയ്ക്കുന്ന പൈസയുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ, അത് മാത്രം പറയാൻ നല്ല നാവാ, ബാക്കിയുള്ള ഈമാനികമായ ഒരു കാര്യം പറയില്ല, പറയണം. അങ്ങനെ പറയണം. അങ്ങനെ ഒരു പൊരുത്തത്തോടു കൂടി മാത്രമേ നീ മരിക്കാവൂ. പിന്നെ അള്ളാഹുവിന്റെ റസൂല് 13-ാമതായി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നു, പെണ്ണേ, നിന്റെ വാക്കും നിന്റെ നോക്കും, ഭർത്താവിനോടുള്ള നിന്റെ സംസാരം, അതുപോലെ ഭർത്താവിന്റെ മുഖത്തേക്കുള്ള നിന്റെ നോട്ടം, അത് രണ്ടുമുണ്ടല്ലോ, സ്നേഹം ഭർത്താവിനെ അധികരിപ്പിക്കുന്ന രീതിയിലായിരിക്കണം. ചില സഹോദരിമാരെ നോട്ടണ കണ്ടാൽ ഭർത്താവ് ഓട്ടം ഒളിച്ചോടി. എന്താ? കണ്ണുരുട്ടാൻ മിടിക്കാത്തവർ, കണ്ണുരുട്ടാൻ. ആ കണ്ണിനെ ഭർത്താവ് കാണുമ്പോ സ്നേഹം വരാൻ വേണ്ടിയിട്ട് രാത്രി എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ റസൂൽ സുറുമ ഇടാൻ പറഞ്ഞില്ലേ? സുറുമ അതൊന്നും അറിയില്ല. ബാക്കിയുള്ള ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഇപ്പൊ കേൾക്കാം, മസല ചോദിക്കുന്നത്. ക്യൂടെക്സിനെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പൊ കേൾക്കാം. സുറുമ സുന്നത്തായ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിടാൻ, അതിടോ, കണ്ണിന് സൗന്ദര്യമുണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ സുന്നത്തായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിനിടാൻ ഭാര്യയ്ക്കിടാൻ, രണ്ടുപേരുടെയും കണ്ണിന് അതുകൊണ്ട് സൗന്ദര്യമുണ്ടാവും. അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ളവരെ, കണ്ണ് അതൊരു മനോഹരമായ വസ്തുവാണ്. ഭർത്താവിന്റെ മുന്നിലേക്ക് ആ കണ്ണിനെ നീ തുറക്കുമ്പോൾ നിന്റെ മുഖത്ത് കണ്ണു നോക്കുക, കണ്ണു തുറന്ന് ഭർത്താവിന്റെ മുഖത്തേക്ക് നീ നോക്കിക്കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ആ കണ്ണ് കണ്ടുകൊണ്ട് സ്നേഹമുണ്ടാവണം, സ്നേഹം അധികരിക്കണം, സ്നേഹം അധികമുണ്ടാവണം. അല്ലാഹു ഭാഗ്യം തരട്ടെ, അല്ലാഹുവിനുള്ള തൗഫീഖ് തരട്ടെ. സഹോദരിമാരും പഠിക്കാൻ പോകുന്ന എന്റെ പാവപ്പെട്ട 15, 16, 17 വയസ്സായ പെമ്മക്കളുണ്ട്. വാപ്പാക്ക് വിശ്വസ്ത, ഉമ്മാക്ക് വിശ്വസ്ത. അവസാനം നൊന്തു പ്രസവിച്ച ഉമ്മാടെ മുന്നിലൂടെ അന്യപുരുഷന്റെ വിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് ഇറങ്ങി പോകുമ്പോ നിങ്ങൾ പറയും, അല്ലാഹുവേ, നിസ്കാരമുണ്ടായിരുന്ന പെണ്ണല്ലേ, പർദ്ദയിട്ടിരുന്ന പെണ്ണല്ലേ, പുറത്തിറങ്ങിയാ നൂന്ന് നോക്കാതെ നടക്കുന്ന പെണ്ണല്ലേ, അവളും ഒളിച്ചോടിയോ എന്ന് അത്ഭുതത്തോടെ ചോദിച്ചു പോകും. കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട വാപ്പ ഉമ്മമാര് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതെന്താ? നിന്റെ പൊന്നുമക്കൾ പഠിക്കണമെന്നാ ചിന്തിക്കുന്നത്. നാളെ അതെല്ലാം എന്റെ സഹോദരങ്ങളോട് ഞാൻ സവിസ്തരം പറയുന്നതാ. ഒരു കുഞ്ഞു ദുനിയാവിലേക്ക് ജനിച്ചത് മുതൽ ആ കുഞ്ഞിനെ നിക്കാഹ് ചെയ്ത് വിടുന്നത് വരെ ഒരു മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുള്ള കാര്യം നാളെ ഞാൻ ഓർമ്മപ്പെടുത്തുമ്പോ എന്റെ സഹോദരിമാരെ, അതിനിടയിൽ ഇതെല്ലാം ഗൗരവത്തോടെ പറയുന്നതാണെങ്കിൽ ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ പൊന്നോമന പെമ്മക്കളെ കൈറൂരി വിടുമ്പോ അവർക്ക് കണ്ണു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? അവരിവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററോളം ബസ്സിൽ യാത്ര ചെയ്തു പോയാ നിങ്ങൾ തന്നെ കണ്ടില്ലേ, റോഡിന്റെ 2 ഭാഗത്താല് സിനിമാ പോസ്റ്റർ കണ്ടില്ലേ? എനിക്ക് വേദന തോന്നിപ്പോയി. ഈ പൂവച്ചൽ ജംഗ്ഷനിൽ തന്നെ എന്റെ പ്രിയമുള്ളവര്, ഈ ആണ്ട് നേർച്ച നടക്കാൻ പോകുന്ന പരിശുദ്ധമായ പള്ളിയുടെ മുമ്പിൽ തന്നെ നിങ്ങളൊരൽപ്പം അങ്ങോട്ട് നടന്നു പോരാൽ ആ ഇടത് ഭാഗത്ത് പോലും ഒരു 6 സിനിമയുടെ ഫോട്ടോ വെച്ചിട്ടില്ലേ? മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാര് ആവേശത്തോടെ നിന്ന് വരുന്ന നബിദിനം ആഘോഷിക്കുന്ന ഈ സ്ഥലത്ത് പോലും നമുക്കത് മാറ്റാൻ കഴിയുന്നില്ലാരെങ്കിൽ നമ്മുടെ നാട് മുഴുക്കയും നഗ്നചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു പോയില്ലേ? സിനിമാ ലോകത്ത് അധികമായി നഗ്നത പ്രദർശിപ്പിക്കുന്ന നടികളെ വിലക്കാൻ ഭരണപക്ഷം തയ്യാറാണെങ്കിൽ നമ്മുടെ വീടിന്റെ മുമ്പിൽ, നമ്മുടെ കടകമ്പോളത്തിന്റെ മുമ്പിൽ ഒട്ടിച്ചിരിക്കുന്ന സിനിമാ പോസ്റ്ററിന്റെ വികൃതമായ രൂപങ്ങൾ അതുകൂടി ഒഴിവാക്കാ. ഈ കേരളം ഭരിക്കുന്ന, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഏത്
ന്യൂനപക്ഷമാകട്ടെ, ഏത് രാഷ്ട്രീയ മേലാളന്മാരാകട്ടെ, അവരൊന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾ ഈ കേരളത്തോട് കാണിക്കുന്നത് സംസ്കാര സമ്പന്നമെന്ന് ലോകം കൊട്ടുഘോഷിക്കുന്ന ഈ കേരളത്തോട് നിങ്ങൾ കാണിക്കുന്ന സന്തോഷമുള്ള ഒരു സമ്പ്രദായമാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് തള്ളിയിടല്ല. ഹറാമയൊത്ത് കാണാൻ വേണ്ടിയിട്ടോ നമ്മുടെ കണ്ണിനെ നമ്മൾ മാറ്റിവെക്കല്ല. അതുപോലെ തന്നെ നമ്മുടെ സംസാരമുണ്ടല്ലോ, ഭർത്താവ് ഭാര്യയെ മയക്കുന്ന സംസാരമേ പറയാൻ പാടുള്ളൂ. ഭാര്യ എപ്പോഴും ഭർത്താവിനെ മയക്കുന്ന സംസാരമേ പറയാൻ പാടുള്ളൂ. ഭാര്യയുടെ സംസാരം കേൾക്കുമ്പോ ഭാര്യയോട് സ്നേഹം കൂടണം ഭർത്താവിന്. ഭർത്താവിന്റെ സംസാരം കേൾക്കുമ്പോ ഭാര്യയ്ക്ക് സ്നേഹം കൂടണം. ഇതെന്താ പറയണേ? ഭർത്താവ് ഇങ്ങോട്ട് വന്നോ, നീ ഒന്നും മിണ്ടല്ലോ, നീ മിണ്ടല്ലോ അറുത്തോളയോ. കാരണം എന്താ? നീ മിണ്ടിയാ കൊളാവും. അങ്ങനെയല്ല നമ്മൾ മിണ്ടാനുള്ളത്. നമ്മുടെ സംസാരം ഉണ്ടാവുമ്പോ ഭർത്താവിന് സ്നേഹം അധികരിക്കണം. ഭർത്താവിന് സംസാരം ഉണ്ടാകുമ്പോ ഭാര്യയ്ക്ക് സ്നേഹം, ആ രീതിയിലുള്ള സംസാരമേ നിങ്ങൾ സംസാരിക്കാവൂ. 14 അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഈ മേൽ പറയപ്പെട്ട ഉപദേശങ്ങളെല്ലാം മരിക്കുന്നതിന് മുമ്പ് ഫാത്തിമ നിന്റെ അടുത്ത കൂട്ടുകാരികൾക്ക് പറഞ്ഞു കൊടുക്കണേ ഫാത്തിമ. എന്റെ സഹോദരിമാരോട് പറയുകയാണ്, ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇന്ന് കേട്ട ഈ പ്രഭാഷണ ശകലങ്ങള് ഇന്ന് വരാത്ത നിങ്ങളുടെ കൂട്ടുകാരികൾ, നിങ്ങളുടെ സഹോദരിമാര്, അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂല് 14 പറഞ്ഞതാണ്, ഭർത്താക്കന്മാരായ നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളോട് പറഞ്ഞു കൊടുക്കണം, വാപ്പമാര് പെൺമക്കളോട് പറഞ്ഞു കൊടുക്കണം. കല്യാണത്തിനു മുമ്പ് വിളിച്ചിരുത്തിയിട്ട് മനോഹരമായി ഇത് അവതരിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു അതിന് ഭാഗ്യം തരട്ടെ. അതോടൊപ്പം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 2 ദിവസത്തെ ഈ വിനീതന്റെ 3 ദിവസത്തെ പ്രഭാഷണത്തിൽ പൂർണ്ണമായും ഭർത്താവും ഭാര്യയും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യത്തിലേക്കും നമ്മൾ കടന്നു പോയിട്ടില്ല. എങ്കിലും പിന്നെ സഹോദരിമാർ ഭർത്താക്കന്മാർ ഫോൺ വിളിക്കുമ്പോൾ സലാം പറയണം എന്ന് ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഭർത്താവിനോട് സലാം പറയാം, അല്ലേ? ഭർത്താവിനോട് സലാം പറയാം. ഇപ്പൊ ഭാര്യ ഭർത്താവിനോട് സലാം പറയാം. ഏത് പ്രായത്തിലുള്ള ഭർത്താവാകട്ടെ ഭാര്യയാവട്ടെ പരസ്പരം സലാം പറയാം. അതുപോലെ തന്നെ കണ്ടാൽ ആഗ്രഹിക്കാത്ത കുഞ്ഞു പെൺമക്കളാണെങ്കിൽ സലാം പറയാം. കണ്ടാൽ വിവാഹം കഴിക്കണമെന്ന് തോന്നാത്ത പെൺകുട്ടികളുണ്ടല്ലോ, മദ്രസയിൽ പോയിട്ടൊക്കെ പോകുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയാം. അല്ലാതെ കോളേജിന്റെ മുമ്പ് പോയി BA അടിക്കുന്ന പെണ്ണെ കണ്ടിട്ട് അസ്സലാമു അലൈക്കും, സലാമൊന്നും മുടക്കുന്നില്ല എന്ന് പറഞ്ഞു പോയി നിൽക്കാൻ പാടില്ല. അത് പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാളെ പോലെ സലാം ഇങ്ങോട്ട് എഴുതി വെച്ചുകൊണ്ട് ഇറങ്ങും, ബിസ്മിൻ ചൊല്ലി എയർപോർട്ടിൽ പേരെ എഴുതി കാത്തിരിക്കണമെങ്കിൽ. അത് പാടില്ല. നമ്മളത് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുക? കണ്ടാൽ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കല്ല നമ്മൾ സലാം പറയാനുള്ളത്. അങ്ങനെയുള്ളവരോട് സലാം പറയണ്ട. കണ്ടാൽ ആഗ്രഹിക്കാത്ത കുഞ്ഞുമക്കളോട് സലാം പറ. ഇനി ഒരു ഹിന്ദു സഹോദരൻ നമ്മളോട് സലാം പറഞ്ഞാലോ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? നീ വടക്ക് അവിടെ മുസ്ലിങ്ങളെ വടക്കാൻ നേരമില്ല, പിന്നെ നിന്റെ വടക്കണെന്ന് പറയും. അങ്ങനെയല്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, സഹാബികൾ അങ്ങനെ ചോദിച്ചപ്പോൾ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ഹിന്ദുക്കള് പിന്നെ സലാം പറഞ്ഞാൽ വ അലൈക്കും എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് റസൂൽ പറഞ്ഞു. വ അലൈക്കും അലൈക്കും എന്ന് പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ ആ കാലഘട്ടത്തിൽ ചില ആൾക്കാരുണ്ടായിരുന്നു, അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിന്റെ മേൽ നാശമുണ്ടാകട്ടെ എന്നാ. അസ്സാമു അലൈക്കും എന്നാണ് എൻ്റെ അർത്ഥം. അസ്സലാമു എന്ന് പറയുമ്പോഴാ സലാമാവുള്ളൂ. അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നീ പെട്ടെന്ന് തട്ടിപ്പോട്ടെ എന്നർത്ഥം. അപ്പൊ ഓടി വന്നിട്ട് ഒരു ഹിന്ദു നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് അസ്സാമു അലൈക്കും എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഞാൻ മരിക്കട്ടെ നീ രക്ഷപ്പെടട്ടെ. അങ്ങനെ പാടില്ലല്ലോ. അപ്പൊ അത് പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം? അസ്സാമു അലൈക്കും എന്ന് അവൻ പറയുമ്പോൾ അലൈക്കും, ആദ്യം നിനക്ക് എന്നെ കൊട്ടേഷൻ കിട്ടട്ടെ, പിന്നെ ഞാൻ മാറ്റോളാം എന്ന് തിരിച്ചങ്ങോട്ട് പറയാം. അങ്ങനെ അള്ളാഹ് റസൂൽ പറഞ്ഞ അങ്ങനെ പ്രഭാതം നമ്മൾ ആലോചിക്കും, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹ് റസൂൽ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സലാം പറയൽ ഭർത്താവിനോടൊന്ന് പറഞ്ഞതുകൊണ്ട് ഗൾഫിൽ നിന്ന് ആര് വിളിച്ചാലും ഫോൺ എടുത്തുകൊണ്ട് അസ്സലാമു അലൈക്കും, ആരും മറ്റരം കൂട്ടുകാരനെ നാളെ വരുവാ, അങ്ങനല്ല. അതല്ല ഞാൻ പറഞ്ഞു വന്നത്. കണ്ടാൽ ആഗ്രഹിക്കുന്നവരോട് സലാമിനൊരു മര്യാദ ഉണ്ടല്ലോ, സലാമിനൊരു മര്യാദ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്, നമ്മളെ നാട്ടില് സലാമിന്റെ ആ ഒരു ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുക. അള്ളാഹു റസൂല് പരസ്പരം നമ്മുടെ മനസ്സൂൽ ഇണങ്ങാൻ പറഞ്ഞു, അഫ്ശു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക എന്നാണ്. അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ളവർ സലാമിനെ വ്യാപിപ്പിക്കാൻ അള്ളാഹു റസൂല് പറഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഭാഗത്തൂടെ പോയിട്ട് അസ്സലാമു അലൈക്കും, മറുഭാഗത്തൂടെ വന്ന് വീണ്ടും അസ്സലാമു അലൈക്കും സലാം പറഞ്ഞ് കളിക്കുമായിരുന്നു. കാരണം എന്താ? ആ സലാം ഒന്ന് വ്യാപിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിന്ന് അങ്ങനല്ലല്ലോ. നമ്മളിന്ന് ഒരുപാട് മാറിപ്പോയി. ഇന്ന് സലാം പറയില്ല. ഇന്ന് സലാം പറയുന്ന രീതി നമുക്കില്ല. ചില ആൾക്കാര് സലാം മടക്കണ കണ്ട വായിന്ന് എന്തോ ഒന്ന് വീണു പോലെ
നമ്മളിത് അങ്ങോട്ട് വാ തുറന്ന് കാര്യമായിട്ട് സലാം പറഞ്ഞാൽ എന്താ വിനയം? സലാമിന്റെ അടയാളം അതാണ് എൻ്റെ പ്രിയമുള്ളവരെ. സലാം പറയുകയും മടക്കുകയും ചെയ്യുന്നതിന്റെ അടയാളം അതാണ്. വിനയമുള്ള മനുഷ്യനെ അത് കഴിയുള്ളൂ. അഹങ്കാരികൾ സലാം പറയില്ല. വരണവർ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. വരുന്നവർ പറയട്ടെ, അവൻ പറയട്ടെ, ഞാനിവിടുത്തെ 2 ഹജ്ജ് കഴിഞ്ഞ ആളല്ല, അവൻ ഇന്നലെ പോയല്ലേ ഉള്ളൂ, അവൻ പറയട്ടെ. അങ്ങനല്ല. അസ്സലാമു അലൈക്കും അതിൽ ഇസ്ലാമികമായ നല്ലൊരു ബന്ധമുണ്ട്. അതിലൂടെ ഒരുപാട് മനുഷ്യബന്ധങ്ങൾ ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സലാം പറയൽ